നോക്കിയേ. താമസിച്ച സ്ഥലമല്ല സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടീമിന്റെ ഒപ്പം പോകുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടീമിന്റെ എനിക്ക് ഡാൻസ് ഒന്നും പറ്റുന്നില്ല. കാലുകൈ വേദനയായിട്ടുണ്ട്, ഛർദിക്കുന്ന അതുകൊണ്ടാണ്. ആ നല്ല ഇന്നത്തെ ഉച്ചക്കത്തത് പോരാ, ബാക്കിയൊന്നും കുഴപ്പമില്ല. നിലവാരിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ടീമിന് തട്ടുകട്ടെ പിന്നെ അടുത്തത് സജ്ജൻ. എല്ലാരും ഇങ്ങോട്ട് എണീക്കണേ. നമ്മളോട് വെറുപ്പില്ല പോലെ ഇങ്ങ് വാ ബാബാ. എല്ലാവർക്കും കാണണോ? എല്ലാരും കാണണോ? ബസിന്റെ ബാക്കോട്ട് നോക്കിട്ട് വർത്തമാനം പറയാ. എല്ലാരും പറഞ്ഞതന്നെ പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ടു നല്ലോണം. അപ്പോ ഇനിയും ഇങ്ങനെ ടൂർ പോകുമ്പോൾ നമ്മളെയും കൂടെ പരിഗണിക്കുവാന്നേ പറയാനുള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഒന്ന് മിണ്ടാണ്ടിക്കോളാണ് ഇവിടെ പിരാന്തായിട്ട്. അടുത്തതായി നമ്മുടെ ഡാൻസറും അതുപോലെ തന്നെ കലാരംഗത്ത് വളരെ നല്ല രീതിയിൽ, ചിത്രകലാരംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പേര് കൊണ്ട് ഉണ്ണിയാണെങ്കിലും കർമ്മം കൊണ്ട് വലിയ ആളായ ഉണ്ണിയേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രപ്പാട് എന്നെ പറ്റി പറയാമോ? അത് ഒരിക്കടിച്ച ഹലോ ഫോണ് നോക്കിയത് ചാർജ് ആയിരുന്നു. ടൂറിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഒരുമ കൂട്ടായ്മ. ഞാനും ഇതുപോലെ ഒരു 3-4 ടൂറിന് മുമ്പാണ് ആദ്യമായിട്ട് ഈ ഒരു ഒരുമ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോ അന്ന് വന്നിട്ട് അതിനുശേഷം ഒരു ടൂറും ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഒരു 1 ഡേ ടൂർ മാത്രമേ മിസ്സാക്കിയിട്ടുള്ളൂ അല്ലേ? ബാക്കി എല്ലാ ടൂറിലും ഞാൻ മാക്സിമം, ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ വൈഫും മോളും ടൂറിൽ പങ്കെടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം ഈ കൂട്ടായ്മയുടെ ഒരു വൈബാണ്. കാരണം ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ടൂർ പോകാറുണ്ട്. അപ്പൊ അതിൽ കാണുന്ന, അല്ലെ വേറെ ഏത് ടൂർ പോയാലും, ഫാമിലി ടൂർ ആയാലും എന്തായാലും അതിൽ കാണുന്ന ഒന്നാമത്തെ ഒരു കാര്യമുണ്ട്. അതില് ടൂർ പോയി കുറച്ച് കഴിയുമ്പോൾ ആണുങ്ങന്മാരെല്ലാം പോയിട്ട് ചെറിയ കലാപരിപാടിക്ക് വേറെ പോകും. അല്ല പറഞ്ഞു വരുന്നില്ല, അതിലിടക്ക് പേരില്ല. അപ്പോ ഇതിൽ ഞാൻ ഏറ്റവും കണ്ടത് വെച്ചാല് നമ്മളെ എല്ലാ ചെറുപ്പക്കാരും നല്ല വേറെ ഒരു ചീത്ത ഒരു പരിപാടിയിലേക്കും പോവാതെ നല്ല രീതിയിൽ ഇതിനകത്തുള്ള ഏറ്റവും നല്ലത് വെച്ചാല് വൈബ് വിത്ത് ഡാൻസ്. ഇതാണ് ഇതിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാല്. അപ്പോ ഈ എനർജി കൊണ്ട് തന്നെയാണ് ഞാനും ഇതില് പിന്നെയും വരാൻ നമുക്ക് താല്പര്യം തോന്നുന്നത്. പിന്നെ ഇതില് ഈ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ സാരഥിയും നമ്മുടെ സാരഥിയുടെ കൂടെയുള്ള ഉപസാരഥിയും. അപ്പൊ അവർ രണ്ടാളും ആദ്യം നമുക്ക് വളരെ ഒരു സ്നേഹ ആശംസകൾ പറയാം. കാരണം അവര് നമ്മുടെ വളരെ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ്. നമുക്ക് ഒരു വാഹനത്തിൽ പോകുന്ന ഫീല്, നമുക്ക് ഈ വാഹനത്തിൽ പോകുമ്പോഴുള്ള ഫീല് ഭയങ്കര ഫീലാണ്. കാരണം മാക്സിമം നല്ല ഡ്രൈവിംഗ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ സംഘാടന ഒരാൾ പേരെടുത്ത് പറയുന്നില്ല, കാരണം നമുക്കറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാന്നുള്ളത്. ഒരു നല്ല സംഘാടകനാണ്
ഒരു നല്ല പരിപാടി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോ ഇതിന് ഈ ഒരുമ കൂട്ടായ്മേനെ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്നു. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഓരോ ആളെയും, കാരണം നമ്മളിവിടെ ഇത് യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് പുറപ്പെടുന്നത്. പക്ഷേ യാത്ര അവസാനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു കുടുംബമായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത. പിന്നെ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഒരു ഹാറ്റ്സ് ഓഫ് പറയാനുള്ളത് നമ്മുടെ നവദമ്പതികളെയാണ്. കാരണം എന്താ പേര്? ആദർശല്ലേ, ശ്രേയും ആദർശവും. കാരണം ഞാനെങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഇതില് ഞാനൊന്നും ഒരിക്കലും വരാനൊരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ല. കാരണം അവരെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഹാറ്റ്സ് ഓഫ് തരുന്നത്. കാരണം അതൊരു ഭയങ്കര വൈബായി പോയി സംഭവം. പിന്നെ ഓരോരുത്തരും, പിന്നെ നമ്മളെ അവരെ ഏട്ടനും ഏട്ടത്തമ്മയോ നോക്കുന്നുണ്ട്, പറയുന്നില്ലല്ലോ വെച്ചിട്ട് മംഗലശ്ശേരി നീലകണ്ഠൻ. സോ അതും നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മ എപ്പോഴും വളർന്നു വരികയാണ്. അപ്പോ ഇപ്പൊ വീണ്ടും കൂട്ടായ്മ 13 ആളെ വന്നല്ലേ. അപ്പൊ അടുത്തൊരു ടൂറ് ഇതുപോലെ വീണ്ടും ഒരു 13 ആൾ പുതുതായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഭക്ഷണത്തിന് കുറെ നെഗറ്റീവ് പറഞ്ഞു. എന്നാലും കഴിച്ചിടത്തോളം ഭക്ഷണം നല്ല ഭക്ഷണം തന്നെയാണ്. കാരണം ഇതുവരെ നമുക്ക് ആർക്കും വേറൊരു വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോ പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഫോട്ടോഗ്രാഫറും സർവോപരി ഗ്രൂപ്പിന്റെ നല്ല പിന്നെ കൂട്ടായ്മയോട് എല്ലാവരുടെയും വളരെ സൗമ്യമായി പെരുമാറുന്ന കാപ്പിച്ചേരി കൂട്ടാട്ടനും ഫോട്ടോ കൃത്യമായിട്ട് അയച്ചു തന്നാൽ ഞാൻ ഇനിയും കൂടുതൽ പ്രവർത്താം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഒരിക്കൽ കൂടി. അടുത്തതായി വിജിനേച്ചി വന്നിട്ട് രണ്ടു